ഹേ ഗേസ്, ഇന്നത്തെ എൻ്റെ യാത്ര വൈഫിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനാണ്. ചേച്ചിയുടെ വീട് ആറ്റിങ്ങലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്യണം. അവർ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ലേറ്റായി. അപ്പോഴത്തേക്ക് പിന്നെ അവർ ജംഗ്ഷനിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതാണ് എൻ്റെ നാട്, ആവണീശ്വരം എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ ഇവിടുന്ന് നേരെ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛനും അമ്മയും നിൽക്കുന്നത്. അപ്പോൾ അവരെയും കൂടെ അവിടുന്ന് പിക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ അവർ ഇവിടെ കയറ്റിയിട്ട് വേണം പോകാൻ. അങ്ങനെ നോക്കിയപ്പോൾ അവരിവിടെ നിൽപ്പുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കറക്റ്റ് സമയത്ത് ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അവരെയും കൂടെ കയറ്റി ഇനി പെട്രോൾ അടിക്കണം. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിലെത്തി. പെട്രോൾ അടിച്ചിട്ട് നേരെ ആറ്റിങ്ങിലേക്ക്. ഇടയ്ക്ക് പമ്പിൽ നിർത്തി ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് നോക്കിയപ്പോഴാണ് നിയമങ്ങളൊക്കെ മാറിയ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എങ്കിലും നമുക്ക് പെട്രോൾ പമ്പിൽ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ പറ്റി. അവർ പിന്നെ നിയമങ്ങളൊക്കെ മാറിയ കാര്യം പറഞ്ഞു. ഇടയ്ക്ക് മഴയും കുറച്ച് ഭാഗത്ത് വെയിലും അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ പോയ സമയത്ത് ക്ലൈമറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് ഉറങ്ങി അമ്മയുടെ കയ്യിരുന്ന്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം ചായ കുടിക്കാൻ ടൈമൊന്നും ആയില്ലായിരുന്നു. പക്ഷേ എന്നാലും യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വണ്ടി നിർത്തി ഒരു ചായ കുടിക്കുന്നത് എന്തോ ഒരു അഡിക്റ്റായി മാറിയിട്ടുണ്ട്. അങ്ങനെ ചായയും പഴംപൊരിയും കിട്ടി. അങ്ങനെ അത് കഴിക്കുമായിരുന്നു. അങ്ങനെ വണ്ടിയിൽ അമ്മയ്ക്കും വൈഫിനും ചായയൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത്. ആറ്റിങ്ങൽ ചേച്ചിയുടെ വീട്ടിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് കല്ലമ്പലം വരെ പോകണമായിരുന്നു. അവിടെ റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് ഞങ്ങൾ തിരിച്ച് ആറ്റിങ്ങലിലേക്ക് പോകത്തുള്ളായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ആറ്റിങ്ങലിലേക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ വീടെത്താൻ വേണ്ടി അധികം ദൂരമില്ല, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഏകദേശം അവരുടെ ഏരിയ ആണ് ഈ ഭാഗം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നെങ്കിലും ചേച്ചിയും ചേട്ടനും ഒന്നും അവിടെ ഇല്ല. അവർ കാനഡയിലാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് അവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു. ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും ഓൾറെഡി കാനഡയിൽ പോയതുകൊണ്ട് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോകുന്നത്. അങ്ങനെ ജസ്റ്റ് വീടൊക്കെ ഒന്ന് തുറന്ന് ഇടാനുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. ക്ലീനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. മെയിൻ റോഡിൽ നിന്നൊരു 200 മീറ്റർ തികച്ചില്ല ചേച്ചിയുടെ വീട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണ്. മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഫുള്ള് കാട് കയറി ഇവിടെ. പിന്നെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഈ വഴി മൊത്തം കാടായി. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് പാടായിരുന്നു പോകാനായിട്ട്. ഇതാണ് ചേച്ചിയുടെ വീട്. മൊത്തം മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് മുറ്റമൊക്കെ മോശമായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ വന്ന് വീടൊക്കെ തുറന്ന് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടു. അങ്ങനെ എല്ലാവരും ചെറുതായിട്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. വീടിനകത്ത് വലുതായിട്ട് ക്ലീൻ ചെയ്യാനില്ലായിരുന്നു. വെളിയിൽ പിന്നെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതേ ഉള്ളായിരുന്നു. അങ്ങനെ എല്ലാവരും ചെറിയ രീതിയിൽ കുറച്ച് ബിസിയായി ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങി.
ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് കുറച്ച് കാടുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ മാവൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ വീണിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാറ്റടിച്ച് കുറച്ച് ചെടികളൊക്കെ ഇവിടെ പിഴുത് വീണായിരുന്നു. അങ്ങനെ അച്ഛനപ്പോൾ ഈ സൈഡിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ കുറേ ചെടികൾ നിൽപ്പുണ്ട്. ചേച്ചിയുടെ മദർലോയാണ് ചെയ്തത്, ചേട്ടൻ്റെ അമ്മ. അപ്പോൾ ചേട്ടൻ്റെ അമ്മ കുറേ ചെടികളൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ചെടികളൊക്കെ കുറച്ച് വെള്ളമില്ലാത്തതിന് ചെറിയ വാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെ ഇവിടെയൊക്കെ ഞങ്ങൾ എല്ലാവരും പയ്യെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിൽ ഒരു മാവിൽ പടർത്തിയേക്കുന്നതാണ്. ഇത് നിങ്ങൾക്കറിയാമെന്ന് ഒന്ന് പറയണത് എന്ത് ചെടിയാണെന്ന്. അങ്ങനെ ഈവനിങ്ങിൽ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് 2 ദിവസം ഞങ്ങൾ പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ 2 ദിവസത്തെ സ്റ്റേക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇനിയും ഇടയ്ക്ക് ഞങ്ങളിവിടെ വരും.